ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒട്ടും തന്നെ ലാഗ് ചെയ്യാതെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. മെയിനായിട്ടും എനിക്ക് എൻ്റെ സ്റ്റോറിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് പെട്ടെന്ന് തന്നെ അത് വീഡിയോ ചെയ്തിടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാവുന്നതായിരിക്കും, എങ്കിൽ പോലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാനൊരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ ജർമ്മനിയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൊളോൺ കാത്തഡ്രലിലാണ് കേട്ടോ ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരാനായിട്ട്, അതായത് ഞങ്ങൾ ജർമ്മനിയിൽ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എപ്പോഴെങ്കിലും ഒരിക്കൽ ഇങ്ങോട്ടൊന്ന് വന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളത്. കാരണം ഉണ്ടല്ലോ, വീഡിയോസിലും ഫോട്ടോസിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ടെങ്കിലും ഇതേവരെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അത് നേരിട്ട് വന്ന് കണ്ട് അത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ഞങ്ങൾ ദൂരെ നിന്ന് കാണുമ്പോഴത്തേക്ക്, അതായത് ദൂരെ നിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പള്ളിയുടെ ആ ഒരു വലിപ്പം കാണാനായിട്ട് പറ്റും. അതായത് ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാലേ കാണാൻ പറ്റും. അന്നേരം മനസ്സിലായിട്ടുണ്ടായിരുന്നു പള്ളിയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ ഇതിന് ഇത്രമാത്രം വലിപ്പം കാണുന്നു. ശരിക്കും അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ, ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും വലിയൊരു കെട്ടിടമാണ്. ഇനി മൊത്തത്തിൽ ഞാൻ ഈ ഒരു പള്ളിയെ പറ്റി പറഞ്ഞുതരാം. ഇനി പള്ളിയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ഇത് വെറൊരു ആരാധനാലയം മാത്രമല്ല, ഏകദേശം 800 വർഷത്തോളം നീണ്ടു നിന്നൊരു ചരിത്രത്തിന്റെ സാക്ഷി കൂടിയാണ്. പള്ളിയുടെ നിർമ്മാണമൊക്കെ സ്റ്റാർട്ട് ചെയ്തത് 1248 കേട്ടോ. മധ്യകാല യൂറോപ്പിലെ ഏറ്റവും വലിയ ഗോത്തിക് കത്തീഡ്രൽ നിർമ്മിക്കാനായിരുന്നു ലക്ഷ്യം. എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ കാരണം നിർമ്മാണം നൂറ്റാണ്ടുകളോളം പൂർത്തിയാകാതെ നിന്നു. ഏകദേശം 600 വർഷത്തോളം പണി നിർത്തിവെച്ച നിലയിലായിരുന്നു ഈ ഒരു കെട്ടിടം. പിന്നീട് 19ാം നൂറ്റാണ്ടിൽ പഴയ ഡിസൈനുകൾ കണ്ടെത്തുകയും 1880 നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു. അതായത് ഒരു മനുഷ്യന്റെ ജീവിതകാലമല്ല, പല തലമുറകൾ ചേർന്നാണ് ഈ പള്ളി നിർമ്മിച്ചത്. പിന്നെ പള്ളിയുടെ 2 വലിയ ടവറുകൾ ഏകദേശം 157 മീറ്റർ ഉയരമുണ്ട്. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങളിൽ ഒന്നായിരുന്നു ഇത്. പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് ആയിരക്കണക്കിന് കൊത്തുപണികളും പ്രതിമകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, ഇതിന്റെ ഓരോ ഭാഗത്തിനും അതിൻ്റെതായിട്ടുള്ള കഥകളും ഉണ്ട് കേട്ടോ. പിന്നെ മെയിൻ ഒരു ഹൈലൈറ്റ് എനിക്ക് ഭയങ്കര, അതായത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യമാണ്, 2ാം ലോക മഹായുദ്ധ കാലത്ത് കൊളോൺ നഗരം വലിയ തോതിൽ ബോംബാക്രമണങ്ങൾക്ക് ഇരയിട്ടുണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് നഗരത്തിലെ പല കെട്ടിടങ്ങളും നശിച്ചെങ്കിലും ഈ കത്തീഡ്രൽ അത്ഭുതകരമായിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്നേ. അതായത് ചെറിയ ചില നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും പൂർണ്ണമായിട്ട് അത് തകർന്നു പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഇത് നഗരത്തിന്റെ ഒരു പ്രതീകമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കാനായിട്ട് തോന്നും ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഞങ്ങൾ ചെന്നതിൻ്റെ അന്നത്തെ ദിവസം നമുക്ക് അകത്തേക്ക് കയറാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അവിടെ ക്ലോസ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ചെല്ലുന്ന സമയത്തും അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ, അതായത് ഞാൻ കുറേ ഇങ്ങനെ, അതായത് വന്നിട്ട് പിന്നെ ഫുൾ ഞാൻ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇരുന്ന് റിസർച്ച് ചെയ്യലായിരുന്നു. അങ്ങനെ എനിക്ക് അറിയാൻ പറ്റിയ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്, അതുകൂടി ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി പള്ളിയുടെ അകത്തേക്ക് കയറി കഴിഞ്ഞാലുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേക്ക് തന്നെ മേൽക്കൂരയൊക്കെ ആണെങ്കിൽ ഇത്ര ഉയരത്തിലായതുകൊണ്ട് ഭയങ്കര പൊക്കത്തിലായിരിക്കും. അതുപോലെ തന്നെ സ്റ്റെയിൻഡ് ഗ്ലാസ് ജനലുകളാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഈ പ്രകാശം വരുമ്പോഴത്തേക്ക് മൊത്തത്തിലൊരു ഭയങ്കര ഭംഗിയെന്നാണ് പറയുന്നത്. പക്ഷേ അത് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയില്ല. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, ശരിക്കും ഞാനിങ്ങനെ ഹിസ്റ്ററിയൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്രയോ വർഷങ്ങൾ, അതായത് 100 കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നിർമ്മാണം തുടങ്ങിയ ഒരു പള്ളിയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്നൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് അത് വേറൊരു ഫീലായിരുന്നു കേട്ടോ. പിന്നെ ഒരു മെയിൻ കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ഈ ഒരു പള്ളിയിൽ എത്തുന്നവരെന്ന് വെച്ചാൽ വിശ്വാസത്തിൻ്റെ ഭാഗം മാത്രമായിട്ടല്ല, ചിലർ പള്ളി കാണാനായിട്ട് വരുന്നവരുണ്ട്. അതുപോലെ ചിലർ ഇതിൻ്റെ ഹിസ്റ്ററി അറിയാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ട്. പിന്നെ കുറേ പേര് ഞങ്ങളെപ്പോലെ, അതായത് വീഡിയോസിലൊക്കെ കണ്ടിട്ട്, അതായത് ഇത് എങ്ങനെ ആയിരിക്കും എന്നൊന്ന് കണ്ടറിഞ്ഞ് ആ ഒരു അത്ഭുതം നേരിട്ട് കാണാനായിട്ടുള്ള ആഗ്രഹത്തിൽ വരുന്നവരുണ്ട്. അങ്ങനെയൊക്കെ കുറേ കാറ്റഗറി ഉണ്ട്. പിന്നെന്ന് വെച്ചാൽ അവിടെ വെച്ച് ഒരുപാട് മലയാളികളെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് പല സ്ഥലത്തു നിന്നുള്ള കുറേ പേരും ഒന്ന് വീഡിയോസും അതുപോലെ വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മെയിൻ ഹൈലൈറ്റ് പറയണ്ടല്ലോ, നല്ല തണുപ്പുണ്ടായിരുന്നു. അതായത് ഞാൻ ജാക്കറ്റ് പോലും മാറ്റിയിട്ടാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ തണുത്ത് ഒരു പരിവായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഉണ്ടല്ലോ, അവിടെ നിന്നിട്ട് എനിക്ക് ആ ഒരു തണുപ്പിലോട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രയും നേരം ഇങ്ങനെ നോക്കി വീഡിയോസൊക്കെ എടുത്ത്, കാരണം ഇങ്ങനൊരു അവസരം എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ. അങ്ങനെ നല്ല കാറ്റും തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോൾ മഴയാവുമെന്ന് പേടിച്ച്, പക്ഷേ കുഴപ്പമൊന്നുമില്ല, അത് നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മൊത്തത്തിൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നേ. അത് മാത്രമല്ല, ഒരു മെയിൻ കാര്യം ഞാൻ എടുത്തു പറയട്ടെ, ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കൽ പോലും ഒറ്റവട്ടം പോലും വിചാരിച്ചിട്ടില്ല ഞാൻ എപ്പോഴെങ്കിലും ഇതൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുള്ള കാര്യം. അതായത് വെറുതെ പോലും നമ്മളിപ്പം ഇങ്ങനെ പറയല്ലോ, നമുക്ക് അവിടെ പോകുമ്പം അവിടെ പോയില്ല അത് കാണണം, അങ്ങനത്തെ ആ ഒരു ടോക്ക് പോലും എൻ്റെ ലൈഫിൽ ഇതേവരെ ഉണ്ടായിട്ടില്ല. അതായത് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ വിചാരിക്കാത്തൊരു കാര്യമാണ് ഇങ്ങോട്ടേക്ക് വരുമെന്നും ഇതൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. പിന്നെ മെയിൻ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ വേറൊരു കാര്യം കേട്ടതാണ്, ഈ ഒരു പള്ളിക്ക് ഒരു ഐതിഹ്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല,
ഇതിൻ്റെ ഒരു നിർമ്മാണം, അതായത് പള്ളിയുടെ ഒരു നിർമ്മാണം പെട്ടെന്ന് പൂർത്തിയാകാൻ വേണ്ടിയിട്ട് ഈ ഒരു പള്ളിയുടെ നിർമ്മാതാവ് പിശാചുമായി കരാറ് ചെയ്തു എന്നാണ് കഥ. പക്ഷേ ഇത് ചരിത്ര സത്യമൊന്നുമല്ല, പ്രദേശവാസികൾ തലമുറകളായിട്ട് പറഞ്ഞു പോരുന്ന ഒരു കഥ മാത്രമാണെന്നാണ് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും ഈ കഥകളൊക്കെ ഈ സ്ഥലത്തിൻ്റെ ഒരു രഹസ്യാത്മകത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ഇവിടെ എത്തുന്നുണ്ട്. ചിലർ 1 മണിക്കൂർ മാത്രം നിൽക്കും, ചിലർ ഒരു ദിവസം മുഴുവൻ നിൽക്കും. ചിലർ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് ഒരു കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഫോട്ടോയിൽ കണ്ടതിനേക്കാളും ഭയങ്കര ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ടെന്ന്. അതായത് ഞങ്ങളിപ്പോൾ വീഡിയോസ് എടുക്കുന്ന സമയത്തും കുറേ പേര് വന്നിട്ട് അയ്യോ വീഡിയോയിൽ കാണുന്ന ആ ഒരു ഭംഗിയൊന്നും അല്ലല്ലോ എന്ന് ഇങ്ങനെ കുറേ ശരിക്കും ഞങ്ങൾക്ക് അത് തന്നെയാട്ടോ ഫീൽ ചെയ്തത്. നമ്മൾ ഈ ഒരു വീഡിയോസിലോ ഫോട്ടോസിലൊക്കെ കാണുന്നതിനേക്കാളൊക്കെ അത്ര അടിപൊളിയായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. തോന്നൽ മാത്രമല്ല, അത്ര അടിപൊളിയാണ്, ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പള്ളിയുടെ വലിപ്പം മാത്രം, അതായത് ഒരു വലിയ പള്ളി എന്നുള്ളതിന് പകരം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഹിസ്റ്ററി തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് കുറേ സമയം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വെറും കല്ലുകളോ മതിലുകളോ ഉള്ളൊരു വലിയ ബിൽഡിങ് മാത്രമല്ല, അതായത് കുറേ വർഷത്തെ, അതായത് കുറേ ആളുകളുടെ എഫേർട്ടും ആ ഒരു ഹിസ്റ്ററിയും വിശ്വാസങ്ങളും പിന്നെ അതുപോലെ തന്നെ യുദ്ധമൊക്കെ അതിജീവിച്ചെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, ആ കാര്യങ്ങളെല്ലാം കൂടി ആയിട്ട് വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും എന്തോ എനിക്കത് പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു കേട്ടോ. അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതായത് ഇതിനെപ്പറ്റിയൊക്കെ. കാരണം ഞാൻ ഈ ഒരു പള്ളി കാണാൻ വരുന്നതിന് മുന്നേ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഹിസ്റ്ററിയുടെ ABCD എനിക്കറിയത്തില്ലായിരുന്നു ഇത് എന്താണ് എങ്ങനെയാണെന്ന്. പക്ഷേ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ഇതുപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു പള്ളി എങ്ങനെയാണെന്നൊക്കെ, പക്ഷേ ഇതിൻ്റെ ഹിസ്റ്ററി ഒന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം, അതായത് ഇങ്ങോട്ടേക്ക് തിരികെ പോകുന്നതിൻ്റെ അന്നത്തെ ദിവസം എനിക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഹിസ്റ്ററി അറിയണം. അതായത് ചെന്ന് കണ്ടു, അപ്പോഴെന്തൊക്കെയോ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നിയതുകൊണ്ട് തന്നെ അന്നത്തെ അതേ ദിവസം ഞാൻ ഇരുന്നിട്ട് ഇതിനെപ്പറ്റി ഞാൻ പിന്നെ പഠിക്കാൻ തുടങ്ങി മീൻസ് അതിനെപ്പറ്റി എന്താണ് എങ്ങനെയാണ്, അതായത് ഇത്രയും പേരൊക്കെ വന്ന് കാണുമ്പോഴത്തേക്ക് അതിൽ എന്തോ സ്പെഷ്യലായിട്ട് ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഇത്രയും പേര് വന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി അറിയാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ പിന്നെ അന്ന് തന്നെ ഞാൻ ഇതിനെപ്പറ്റി ഇരുന്ന് നോക്കി. അപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി. അതായത് ഇത്രയും പേര് ഇവിടെ, അതായത് എനിക്ക് ഇവിടുന്ന് മനസ്സിലായെന്ന് വെച്ചാൽ ഞങ്ങൾ ചെന്നതിൽ നിന്ന് ഇവിടെ ഉള്ള, അതായത് ജർമ്മനിയിലുള്ളവരെക്കാളും കൂടുതലും പുറം സ്ഥലത്തുനിന്ന് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നേ. കുറേ സമയം നിന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് നല്ലതായിരുന്നു കേട്ടോ. ആ ഒരു ഡേ തന്നെ ശരിക്കും തന്നെ വേർത്തായിരുന്നു. ഞങ്ങൾ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, ഇത് ജർമ്മനിയിൽ തന്നെ ആണെങ്കിലും അത്യാവശ്യം നല്ല ദൂരമുണ്ട്. എങ്കിൽ പോലും ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചായിരുന്നു കേട്ടോ ഈ ഒരു യാത്ര. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്തതല്ല. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ഈ ഒരു പള്ളിയുടെയൊക്കെ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ഇവിടെ അടുത്താണ് നമുക്ക് പോകണമെന്ന് ഞങ്ങളിങ്ങനെ പറയുന്നെങ്കിലും ഉടനടി പോകുമെന്ന് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചൊരു കാര്യമല്ല. പെട്ടെന്ന് ഒരു ദിവസം വൈകുന്നേരം ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമുക്കൊന്ന് പള്ളിക്ക് പോയാലോ എന്ന് ഞങ്ങളിങ്ങനെ വിചാരിച്ചു. ഒന്നും നോക്കിയില്ല, അപ്പോഴേ ബാഗ് പാക്ക് ചെയ്തു ഞങ്ങൾ പോയത്. അങ്ങനെ ചെന്നു. ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസമാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് ജർമ്മനിയിലുള്ളവരാണെങ്കിൽ കറക്കിങ്ങിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇത്രയും നല്ല അടിപൊളി ഒരു കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഈ പറഞ്ഞ സ്റ്റോറി ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന കുറേ പേര് കാണും. ഞാനിപ്പം എനിക്കറിയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തേക്കുന്നത്. അതായത് ഞാൻ ഇതിനെപ്പറ്റി നോക്കിയിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഷെയർ ചെയ്തേക്കുന്നത്. അപ്പം ഇതിനെപ്പറ്റി അറിയാവുന്ന കുറേ പേര് കാണും. എങ്കിൽ പോലും അറിയാത്തൊരു കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് പറഞ്ഞത്. മൊത്തത്തിൽ പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നല്ല തണുപ്പൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം പറയല്ലോ, ഞങ്ങൾ ആദ്യം ഉണ്ടല്ലോ തെറ്റിദ്ധരിച്ചു. ഞങ്ങൾ പള്ളിയുടെ, അതായത് ഈ സൈഡിൽ ഇപ്പം നിൽക്കുന്ന സൈഡിൽ വന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് പള്ളി മാറിപ്പോയിന്ന്. പിന്നെ മനസ്സിലായത് കറങ്ങി അപ്പുറത്തെ സൈഡിൽ ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മൾ റീൽസിലൊക്കെ കാണുന്ന ആ ഒരു പോർഷൻ കാണാൻ പറ്റുന്നതെന്ന്. അങ്ങനെ പിന്നെ അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഇവിടുന്ന് ഞങ്ങൾ KFC ഒക്കെ കഴിച്ചു. പക്ഷേ ഇവിടുത്തെ KFCയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് അതും കൂടി ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നാട്ടിലെ ടേസ്റ്റ് ആട്ടോ കുറച്ചും കൂടി തോന്നിയിട്ടുള്ളൂ. അതിന് അവിടുത്തതിന് കഴിച്ച് ശീലമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് എനിക്ക് ആ ടേസ്റ്റ് പിടിക്കാത്തതിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് നാട്ടിലെ KFC കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. നമുക്ക് ഇനിയും നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റാ. Wanna clear a bottle of Cabernet. Wanna stay home, not even drink. Wanna get out of my own head. Wanna lay down, overthink. I wanna cry every tear I got. Put on a dress, be a stranger's dream. Lock up this heart of mine, wanna wear it on my sleeve. I kinda want
can be true. Wanna throw away your vanity, wanna wear